Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Madam. Good morning. Good morning, all of you. Good morning, ma'am. Clear Good morning, ma'am. കാണാൻ പറ്റുന്നുണ്ടല്ലോ. Good morning, madam. Okay. ഓക്കെ, കുറച്ച് പേര് കുറച്ചടി കയറുന്നേ ഉള്ളൂ കേട്ടോ, ജോയിൻ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി എന്നാണ് എന്റെ പേര്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്, അഥവാ മോണ്ടിസോറി ടീച്ചർ ആണ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് ടീച്ചർ എന്ന് പറയില്ല, ഫെസിലിറ്റേറ്റർ അഥവാ ഗൈഡ് എന്നാ പറയാ. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മോണ്ടിസോറി കോഴ്സ് ആണ് അല്ലെ നിങ്ങൾ ചേർന്നിരിക്കുന്നത്. പറയുമ്പോഴും ചോദിക്കുമ്പോ മാത്രം പറഞ്ഞാൽ മതി, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ചോദിക്കുമ്പോ മാത്രം ആൻസർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ക്ലാസ് ഒക്കെ കേൾക്കുന്നവർക്ക് നോയ്സ് ഉണ്ടാവും കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക, ചോദിക്കുമ്പോ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണോ? Clear ആണ്.
ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം? ഒന്ന് പറയാവോ? എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്? ടീച്ചർ ആകാനുള്ള ആഗ്രഹമുണ്ട്. എന്താണ് കേൾക്കുന്നില്ല? വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം. ഓക്കെ, പിന്നെ അത് മാത്രമല്ലോ? ഈ ഒരു മെത്തേഡ് മുമ്പ് കണ്ടു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും സ്കൂളുകളിൽ പോയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? അല്ലെങ്കിൽ വെറുതെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തതാണോ? ഞാൻ പറയുന്ന ആള് പറഞ്ഞാ മതി കേട്ടോ, ഞാൻ പറയുന്ന ആള് പറഞ്ഞാ മതി. രമ്യ ഒന്ന് പറയാവോ? ഒരാള് പറയാ. രമ്യ കേൾക്കുന്നില്ലേ? ഹലോ, ആ പറഞ്ഞോളൂ. ഒരാള് പറഞ്ഞു ഒന്ന്. ഒരാള് പറയൂ. ഹായ് മാം, എന്റെ പേര് ശ്രീജ. ആ ഓക്കെ, ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ കൂടുതൽ നോളജിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത്. അല്ലേ? അതെ. എന്താണ് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു മെത്തേഡ്, മോണ്ടിസോറി മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്താല് എന്താണ് കൂടുതൽ? വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. എന്താണ് കൂടുതൽ ബെനിഫിറ്റ്? എന്താണ് ആ ഒരു രീതി? ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിലാണെങ്കിൽ ഇച്ചിക്കൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം, അല്ലെങ്കിൽ എന്ത് പറയാൻ, നമുക്ക് ഇതിനോട് കുറച്ചുകൂടെ നോളജ് വേണം, ട്രെയിൻഡ് ആവണം എന്ന് ഫീൽ ചെയ്തു. കുറച്ചും കൂടി ഇതിനകത്തൊരു നോളജ് വേണം, ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി. നമ്മളൊരു ബേസിക് ഡിഗ്രീസോ ഒന്നും നമുക്കിതിന് ഇതിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാവില്ല. നമ്മൾ കുഞ്ഞിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് വേണമെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറയാം. അത് ശ്രീജി ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന രീതി, അല്ലെ? അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മള് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അവരെ കൈകാര്യം ചെയ്യാന്ന് നമ്മള് പഠിക്കും ഈ ഒരു കോഴ്സിലൂടെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഫൗണ്ടർ ആരാണെന്ന് അറിയണം, അല്ലെ? ആരാണ് ഇതിന്റെ ഫൗണ്ടർ? മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആരാണ്? ഒന്ന് കമന്റ് ചെയ്താലും മതി കേട്ടോ. വോയിസ് ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകും. ആരാണ്? കേട്ടിട്ടുണ്ടോ? ഫൗണ്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മരിയ മോണ്ടിസോറി അല്ലേ? അതെ, മരിയ മോണ്ടിസോറി. അവരാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഞാൻ മരിയ മോണ്ടിസോറിയെ കുറിച്ചിട്ട് ഷോർട്ട് ബ്രീഫ് ആയിട്ട് ഒരു വിവരണം ഞാൻ നടത്താം. അതായത് അവര് ജനിച്ചത് ഇറ്റലിയിലാണ് കേട്ടോ. ഇറ്റലിയിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞു ഫൗണ്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കാലഘട്ടത്തില്, മരിയ മോണ്ടിസോറിയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് പെൺകുട്ടികള് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുന്നത് വളരെ അപൂർവമായിരുന്നു. അതായത് പെൺകുട്ടികൾ തീരെ വിദ്യാഭ്യാസം എന്താ പറയാ ആ കാലത്ത് കിട്ടിയിരുന്നില്ല. കൂടുതലും ആൺകുട്ടികളാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നിരുന്നത്. അപ്പോ ഇങ്ങനെ വരുമ്പോ തന്നെ ഇവർ ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നപ്പോൾ അവർ ആദ്യം തിരഞ്ഞെടുത്ത ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. ഓക്കെ, എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു തിരഞ്ഞെടുത്തത്. അതിനകത്ത് എന്താ പറയാ അത്രയധികം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരെന്ത് ചെയ്തു? MBBS ജോയിൻ ചെയ്തു.
ഓക്കെ, നമ്മുടെ ഇവിടുത്തെ MBBS ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ അവിടെ ഇറ്റലിയിൽ അവര് ജോയിൻ ചെയ്തു. അപ്പോ ആ കാലത്ത് MBBS എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഡെഡ് ബോഡീസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, ലൈക് കെഡാവർ എന്നാ പറയാ. അപ്പൊ ഡെഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ അവർ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പൊ ആൺകുട്ടികളുടെ കൂടെ നിന്നിട്ട് ഈ ഒരു പെൺകുട്ടി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കോഴ്സിൽ ആൺകുട്ടികളുടെ കൂടെ ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കൂടെ നിന്നിട്ട് നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിനെ കൈകാര്യം ചെയ്യുന്നതില് ഇവര് സക്സസ് ആയി. അതായത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ കൂടിയും ഇവരത് പഠിച്ചെടുക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ ഇവർ ഈ കാര്യം കംപ്ലീറ്റ് ആക്കി, അതായത് MBBS അവർ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവർ തിരിച്ചറിഞ്ഞത് അവർക്ക് പീഡിയാട്രിക്സിൽ കൂടുതൽ താല്പര്യം തോന്നുകയുണ്ടായി. കുട്ടികളുമായിട്ട് കൂടുതൽ ഇന്റർവെൻഷൻ നടത്തുകയും അവരോട് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇവര് അവലംബിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇവര് MBBSന് ശേഷം എന്ത് ചെയ്തു, പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തത്. പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്ത ശേഷമാണ് ഇവര് തിരിച്ചറിയുന്നത് കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും എന്താണ് എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ രൂപപ്പെടുന്നതാണ് അല്ലെ. നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മളൊക്കെ ചിലർ അമ്മമാരായിട്ടുള്ളവരുണ്ട് അല്ലെ, മാരീഡ് ആയിട്ടുള്ള ഭൂരിഭാഗം മാരീഡ് ആയിട്ടുള്ളവര് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ആത്മബന്ധം വളരുന്നത്, എപ്പോ തുടങ്ങിയാണ് അല്ലെ നമ്മുടെ എന്താ പറയുക ഗർഭപാത്രത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്ന അന്ന് മുതൽ എന്താണ് നമ്മളും കുഞ്ഞുമായിട്ട് വളരെയധികം ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും. അപ്പൊ അതത് മനസ്സിലാക്കി. ഓക്കെ, ആ ഒരു പീരീഡിലാണ് കുട്ടിയും അമ്മയും തമ്മിലുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് മനസ്സിലാക്കി. ഇവരെന്ത് ചെയ്തു, ഇവര് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളെ എങ്ങനെ ഡെവലപ്മെന്റിലേക്ക് നയിക്കാം, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ എങ്ങനെ ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങള് ഇവരിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരുന്നു. കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അവരെ കൂടുതൽ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവര് തിങ്ക് ചെയ്തത്. ഓക്കെ, അതിലൂടെ വേൾഡ് മുഴുവനും പീസ് ആൻഡ് ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവര് ശ്രമിച്ചത്. ഓക്കെ, അപ്പോ ഇവരിതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു മെത്തേഡ് രൂപീകരിച്ചു. ഈ മെത്തേഡില് എന്താണ് ചെയ്യുന്നത്, അതായത് മെത്തേഡ് ഇവര് രൂപീകരിച്ചപ്പോൾ ചില കാര്യങ്ങൾ കുറെ നാളത്തെ എക്സ്പെരിമെന്റിന്റെ റിസർച്ചിനൊക്കെ ശേഷമാണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവര് തെരഞ്ഞെടുത്തത് 3 to 6 years ഏജ് ഗ്രൂപ്പ് ഉള്ള കുട്ടികളെയാണ്. ഓക്കെ, 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള ഒരു കാറ്റഗറിയെ ഇവര് തെരഞ്ഞെടുക്കുകയും അവരിൽ പരീക്ഷണം നടത്തുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോ തെരഞ്ഞെടുക്കുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഇത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അവര് തെരഞ്ഞെടുത്തിട്ട് അവരിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി. പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച്, നമ്മുടെ എന്താ പറയാ മെഡിക്കൽ അതുപോലെ ഉള്ളതല്ല, പഠിപ്പിക്കുന്ന രീതി, ടീച്ചിങ് സ്റ്റൈൽ, എങ്ങനെയാണ് ആ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുക, അതായത് പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരുന്ന വേൾഡ് മൊത്തം അങ്ങനെയുള്ളൊരു കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവര് ആദ്യം ഇതിന് ഭയങ്കര പോഷായിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും അല്ല ഇവരത് ആദ്യം പരീക്ഷണം നടത്തിയത്. ഇവര് കുട്ടികളെ സെലക്ട് ചെയ്തത് ചേരി പ്രദേശത്ത് നിന്നാണ്. ഇറ്റലിയിലെ ഒരു കുഗ്രാമത്തിലെ ചേരി പ്രദേശത്ത് നിന്നാണ് ഇവര് കുട്ടികളെ ആദ്യം സെലക്ട് ചെയ്തത്. ആ കുട്ടികളെ സെലക്ട് ചെയ്തു. കുറെ നാളത്തെ ടീച്ചിങ് പ്രോസസ്സിന് ശേഷം ആ കുട്ടികളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. അത് സക്സസ് ആയതിനു ശേഷം പിന്നീട് ഇവര് ചിന്തിച്ചു സാധാരണ കുട്ടികളിൽ കുറച്ചും കൂടി എളുപ്പമാണ്,
അല്ലെ? എന്തുകൊണ്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത്രയധികം സക്സസ് ആവുമെങ്കിൽ എന്തുകൊണ്ട് സാധാരണ കുട്ടികളിൽ ഇത് കുറച്ചും കൂടി വിജയിച്ചുകൂടാ എന്നവര് മനസ്സിലാക്കി. അങ്ങനെ സാധാരണ കുട്ടികളെയും അവര് ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു. അങ്ങനെ ലോകം മുഴുവനും ഇവരുടെ ഈ ഒരു മെത്തേഡ് പോപ്പുലറായി. ഓക്കെ, പല പല രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രത്തലവന്മാരെ ഇവരെ ഇൻവൈറ്റ് ചെയ്യുകയുണ്ടായി. അവരുടെ രാജ്യത്ത് ഇത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്നും അവിടുത്തെ ചില കുട്ടികളിൽ ഇത് പരീക്ഷണം നടത്തണമെന്നും അവര് ഇവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ വേൾഡ് മുഴുവൻ ഇവര് ട്രാവൽ ചെയ്യുകയും അവിടേക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് ക്ഷണം ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിൽ വന്നു, മഹാത്മാഗാന്ധിജിയെ കണ്ടുമുട്ടി. അവര് ഇവിടുത്തെ ചില സ്കൂളുകളിൽ ഇത് പ്രാവർത്തികമാക്കി. ഇന്ത്യയിലെ സ്കൂളുകളിൽ, ആദ്യം കുഗ്രാമങ്ങളിലാണ് കേട്ടോ, വലിയ പ്രദേശങ്ങളിലൊന്നുമല്ല. നമുക്കറിയാം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ധാരാളം കുഗ്രാമങ്ങളുണ്ട് അല്ലെ? നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അറിയാൻ പറ്റും അവിടെയുള്ള കുട്ടികൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അവരിലാണ് ഇത് ആദ്യം അവര് നടപ്പിലാക്കിയത്. അതിനുശേഷം ഇവിടുത്തെ സ്കൂളിൽ ഇത് നടപ്പിലാക്കുമ്പോൾ മിക്സഡ് രീതിയിലുള്ള ഒരു ഇതാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് മോണ്ടിസോറി മെത്തേഡ് മാത്രമായിട്ടല്ല, ട്രഡീഷണൽ രീതിയും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളിൽ മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അവരെ കുറിച്ച് പറയാൻ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഞാൻ പറഞ്ഞു അല്ലെ, മിക്സഡ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു മെത്തേഡ് ടീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതി? പുസ്തകങ്ങൾ നോക്കുന്നു, പുസ്തകങ്ങളിൽ ഉള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ കേട്ടകളായിട്ടും നോട്ട് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കണത്? പുസ്തകങ്ങൾ കൊടുക്കുന്നു, നോട്ട് കൊടുക്കുന്നു, ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നു, പിന്നെ ടീച്ചറിലൂടെ പഠിപ്പിക്കുന്നു, പ്രൊജക്ടുകൾ കൊടുക്കുന്നു, അസൈൻമെന്റും പ്രൊജക്ടുകളും അസൈൻമെന്റുകളും പ്രൊജക്ടുകളും കൊടുക്കുന്നു. പിന്നെ എന്താണ് മേജർ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എങ്ങനെയാ പഠിക്കുന്നേ? എങ്ങനെയാ നമ്മൾ പഠിച്ചെടുക്കുന്നത്? വായിച്ചിട്ടും എഴുതിയിട്ടില്ല പഠിച്ചെടുക്കുന്നത്. ബൈ ഹാർട്ട് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടോ? ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ പറയുവാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമോ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തെ? കാണാതെ പഠിച്ചുകൊണ്ടാണ് അല്ലെ? ഓക്കെ, പറ്റില്ല. കാരണം നമ്മളത് മനസ്സിലാക്കിയല്ല പഠിച്ചിരിക്കുന്നത്, ബൈ ഹാർട്ട് രീതിയിലാണ് നമ്മൾ അത് പഠിച്ചെടുത്തേക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമുക്കത് ഒരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്നത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറയാനായിട്ട് സാധിക്കാത്തത്. മോണ്ടിസോറി മെത്തേഡ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? സാധനങ്ങൾ കയ്യിൽ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്. ഒരു ട്രീ ആണെങ്കിൽ ട്രീ ഉണ്ടാക്കിയാണ്ട് ഇത് ട്രീ ആണെന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഒരാള് പറയൂ, ആദ്യം പറഞ്ഞ ആളൊന്ന് പറഞ്ഞു, ജ്യോതിലക്ഷ്മിയാണോ ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ? പ്രവൃത്തി പരിചയത്തിലൂടെ. പ്രവൃത്തി പരിചയം അല്ലേ? ഓക്കെ. മോണ്ടിസോറി ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ലേ. ഈ ക്ലാസ് കഴിയുമ്പോഴൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം ഏകദേശം. അതായത് നമുക്ക് കുറേയധികം മെറ്റീരിയൽസ് ഉണ്ടാവും. മെറ്റീരിയൽസ്, പാരറ്റസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നു, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, ഒരു ചാപ്റ്റർ എടുക്കുന്നു, ടീച്ചർ മാത്രം സംസാരിക്കുന്നു, ബാക്കിയുള്ള കുട്ടികൾ കേട്ടിരിക്കുന്നു. ആ ഒരു മെത്തേഡ് ആണല്ലോ നിങ്ങൾ പഠിച്ചു പോകുന്നത് അല്ലേ? അതല്ലേ?
പിന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നോട്ട്സ് എഴുതുന്നു, ഹോംവർക്ക് തരുന്നു, അത് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറയുന്നു. അപ്പൊ ടീച്ചറാണ്, ടീച്ചർ സെന്റേർഡ് ആണ് എന്ത് ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ്. ടീച്ചറിന് മാത്രമാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കുട്ടികൾ വെറും കേൾവിക്കാര് മാത്രമാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാല് സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. കുട്ടികളെ കൊണ്ട് നമ്മള് ആക്ടിവിറ്റീസ് നിരന്തരം ചെയ്യിപ്പിക്കുന്നു. അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മോണ്ടിസോറി ക്ലാസ്, പ്യുവർ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിറച്ച് മെറ്റീരിയൽസ് അവിടെ വെച്ചിട്ടുണ്ടാവും. പല പല കബോർഡുകളിലായിട്ട്, പല പല ടേബിളിലായിട്ട് കുട്ടികൾക്ക് കൈയെത്തുന്ന രീതിയിലാണ് ഓരോ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇതവര് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്വയമേ പഠിക്കും. ടീച്ചർ കേവലം ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ മാത്രമായിട്ട് നിന്നിട്ട് കുട്ടികളെ കൊണ്ട് തനിയെ ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസുകളാണ് ചെയ്യിപ്പിക്കുക അല്ലെ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ 2-3 കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. കണ്ടോ? ഇതെന്ത് ഷേപ്പാ? സർക്കിളാണല്ലേ? സർക്കിള്. ഓക്കെ. ഇതോ? Then this കുട്ടികളെ, അതായത് മാത്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷേപ്സ്, കളറൊക്കെ പഠിപ്പിക്കാന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മള് ടെക്സ്റ്റ് ബുക്ക് വഴി അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ടീച്ചർ വരുന്നു, ഒരു ബുക്ക് കാണിക്കുന്നു, ഇതാണ് ഷേപ്പ്. അതിന് ആ ബുക്കിൽ പർട്ടിക്കുലർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഓരോ ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ പറയുന്നു ഇതാണ് റെക്ടാങ്കിൾ, ഇതാണ് സർക്കിൾ, ഇതാണ് സ്ക്വയർ, ദെൻ ഇതാണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കാണിക്കും അല്ലെ. പക്ഷേ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഇതുപോലുള്ള ഷേപ്സ് അവര് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറയും. ഓക്കെ, കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം? കാരണം കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് അല്ലെ. ഷേപ്സ് ഒന്ന് ഇതുപോലുള്ള ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയ പേപ്പറുകളിലോ വരച്ച് ഷേപ്പ് കൊടുക്കാം. ദെൻ അത് കട്ട് ചെയ്തിട്ട് കുട്ടികളെ അവരുടെ ഫിംഗറുമായിട്ട്, അതായത് ഇങ്ങനെ തൊട്ട് നോക്കൂ കേട്ടോ, ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാ കുട്ടികൾ ഓരോ ഷേപ്സും പഠിക്കുക. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട്, അതായത് ഫിംഗേഴ്സിന് മൂവ്മെന്റ് ഉണ്ട്. ഫിംഗറുകൾ ഉപയോഗിച്ച് അവര് ഷേപ്സ് പഠിക്കുന്നു, കളേഴ്സ് ഒക്കെ അവര് പഠിച്ചെടുക്കാനായിട്ട് നോക്കുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സാധാരണ രീതിയിലല്ല, ടീച്ചർ വന്ന് നോക്കി ഒന്ന് കാണിച്ചു തന്നു, അപ്പോ ഇതാണ് കളർ അല്ലെങ്കിൽ ഇതാണ് ഷേപ്പ് എന്ന് അങ്ങനെയല്ല അവര് പഠിക്കുന്നത്. അവര് തന്നെ പഠിച്ചെടുക്കുക ചെയ്യുന്നത്. ഓരോന്നും ടച്ച് ചെയ്ത് ഓരോ ഷേപ്പ് മനസ്സിലാക്കി ഓരോ കളറുകൾ മനസ്സിലാക്കിയാണ് അവര് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ കൂടുതൽ ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇപ്പൊ ട്രഡീഷണൽ മെത്തേഡ് നോക്കുമ്പോൾ നമ്മൾ പറയാണ് കുട്ടികളെ ഈ കാര്യം നിങ്ങൾ നാളെ ചെയ്തുകൊണ്ട് വരണം എന്ന് പറയാണ്, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി നിങ്ങൾ ആദ്യം നാളെ ചെയ്തുകൊണ്ട് വരണം എന്ന് കുട്ടികളോട് പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്. ടീച്ചർ അവിടെ ഓർഡർ ഇടുകയാണ് എന്തായാലും ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മോണ്ടിസോറി മെത്തേഡില് കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറേയധികം ആക്ടിവിറ്റീസുകൾ ഉണ്ട്. ആ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ സ്വയം, അവർക്ക് കുറെ കാര്യങ്ങൾ സ്വയം പഠിച്ചെടുക്കാനും ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഞാനിപ്പോ ഷേപ്സ് ആണ് കാണിച്ചത്. ഇതുപോലെ തന്നെ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള, കുട്ടികളുടെ ചെറുപ്രായത്തില് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അവര് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ അവർ ഇക്കാര്യങ്ങള് പഠിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇതെന്താ പറയാ, ഇത് കംപ്ലീറ്റ്, അതായത് ത്രൂ ഔട്ട് ഒരു ലേണിംഗ് പ്രോസസ് ആണ്. നമ്മളൊരു ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു രീതിയല്ല,
കംപ്ലീറ്റ് ആയിട്ടൊരു ലേണിംഗ് പ്രോസസ് ആണ്. നമ്മുടെ കുഞ്ഞുമക്കളെ വളരെയധികം അടുത്തറിയാനായിട്ട് ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാം. മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് നമ്മുടെ പാഠഭാഗം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകാം. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾക്ക് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്യും ഇവിടെ നിന്ന്. നിങ്ങൾ അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മള് ക്ലാസ് റൂമില് ടീച്ചർ വന്നു കഴിഞ്ഞു, അതായത് നിങ്ങളുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ വന്നു കഴിഞ്ഞാല് ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. ചാപ്റ്റർ എടുക്കുമ്പോൾ എന്താണ്, ഒരാള് മാത്രമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു രീതി അനുസരിച്ച് ആരും കൂടി പറയേണ്ടതിനകത്ത് ടീച്ചിങ് പ്രോസസ് എങ്ങനെയാ പോകുന്നത് ഈ ഒരു രീതിയില് കുട്ടികളും കൂടി ചെയ്തിട്ടായിരിക്കണം പറയുന്നത്. അപ്പൊ ഞാൻ വെറും ഗൈഡ് മാത്രമാണ്. ഞാൻ അവിടെ നിൽക്കും, ഞാൻ പറയും നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങള് ചെറുപ്പകാലത്ത് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങള് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യണം. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇന്ററാക്ഷൻ മുഖേനയാണ് നമ്മുടെ ക്ലാസ്സുകൾ ത്രൂ ഔട്ട് പോവാം. 1 hour ആണ് ക്ലാസ് ഉള്ളത് നമുക്കൊരു ദിവസം. ആ 1 hour ഈ ഒരു രീതിയിലായിരിക്കും പോവുക കേട്ടോ. ടീച്ചർ അവിടെ മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്. ടീച്ചർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെയാണ് ഒരു കാര്യം, ഒരു പാഠഭാഗം നമ്മള് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമ്മുടെ എന്താ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അതിന്? എക്സാമ്പിൾ പറയാവോന്നാ? എന്തിനെ കുറിച്ചൊക്കെയാ ചോദിക്കാന്നുള്ളത്? അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞു തരും അതിനെ കുറിച്ച്. അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററുമായിട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പാലിക്കുന്നില്ലേ, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലേ, ഹൈജീൻ അതായത് വൃത്തി ശുചിത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായാലും നിങ്ങളുടെ കുഞ്ഞുമക്കളെ ആയാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലേ. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ പറയേണ്ടത്. എന്തും ആയിക്കോട്ടെ, നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. ചിലപ്പോൾ തെറ്റായിരിക്കാം പറയുന്നത്, പക്ഷെ അതൊരു പ്രോബ്ലം ഇല്ല, അത് നിങ്ങളെ അവിടെ തിരുത്തി തരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മള് കുട്ടികളാണല്ലേ, എന്താണ് ഇവിടെ നമ്മള് കുട്ടികളാണല്ലേ, നമുക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതെ, അപ്പൊ എല്ലാ കാര്യവും തുറന്നു പറയാം. അപ്പൊ ഓപ്പൺ ആണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പീരിയൻസിനാണ്. നിങ്ങൾ ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമുക്ക് മൊഡ്യൂൾ 1 അതുപോലെ തന്നെ മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 ഇത് തിയറി പാർട്ടാണ്. അതിനകത്ത് മൊഡ്യൂൾ 1 തിയറി പാർട്ടാണ്, കംപ്ലീറ്റ് തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഞാൻ പറഞ്ഞു നമ്മൾ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആദ്യം നമ്മൾ പഠിക്കുക തിയറീസ് ആണ്. തിയറി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടിക്കൽസിലേക്ക് വരിക, ആക്ടിവിറ്റീസിലേക്ക് വരുന്നത് അതിന് ശേഷമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മൊഡ്യൂൾ 1 പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി, പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, പാർട്ട് 4 മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. 4 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തിയറി പാർട്ടാണ്. ഈ തിയറി പാർട്ട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഒരുവിധം സെറ്റ് ആണ്. ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാം ഞാൻ. അതായത് നമ്മുടെ മോണ്ടിസോറിയില് മൊഡ്യൂൾ 1 മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ തിയറി എന്നാണ് ഇതിന്റെ ഹെഡിങ് വരിക. അതിനകത്ത് പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്, പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. അവരോടൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാം, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടോ. നിങ്ങൾക്ക് PDF കിട്ടും, ഇത് എഴുതി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞെന്നുള്ളൂ ജസ്റ്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് തിയറി. ദെൻ മൊഡ്യൂൾ 2 വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആണ്. നമ്മൾ മോണ്ടിസോറി പഠിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾക്കറിയാം ഇതിനകത്ത് കുറെ പേര് കുറെ നാള് ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഹൈ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം മീഡിയം അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്ക് ക്ലാസ് റൂം അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്നും യാതൊരു പേടിയൊന്നും വേണ്ട. ഇംഗ്ലീഷ് ആണ് നമ്മുടെ മീഡിയം എങ്കിലും മലയാളത്തിലാണ് ക്ലാസ്സുകൾ. ഏറ്റവും ബേസ് തുടങ്ങിയുള്ള ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണ് നമ്മള് ക്ലാസ്സുകള് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 2 നമുക്ക് ഇംഗ്ലീഷ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇവിടെ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്. അപ്പൊ ആ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. ദെൻ മൊഡ്യൂൾ 3 വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് ചെയ്യുക. ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ കുറെ കാര്യങ്ങൾ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് സാമ്പിൾ ആണ്, വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കുറെ അധികം പ്രാക്ടിക്കൽസ്, കുറെ അധികം ആക്ടിവിറ്റീസുകൾ നമ്മളിവിടെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു കോഴ്സ്. ഇത് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കുറെ അധികം ഉണ്ട്. പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ ഏരിയ, കൾച്ചറൽ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു 10 monthsനുള്ളിൽ പഠിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ PGക്കാർക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇത് ഡിപ്ലോമക്കാരുടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. PGക്കാരും ഡിപ്ലോമക്കാരും ഒരുമിച്ചാണ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് ഒരു 2 months PGക്കാർക്ക് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. അതിന്റെ വിശദാംശങ്ങളൊക്കെ സാറ് നിങ്ങളോട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുക. ഞാനിപ്പോ സർക്കിൾസ്, സ്ക്വയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നു. പ്രാക്ടിക്കൽസിന്റെ കാര്യത്തില് ഞാനൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ? കാണുന്നുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ബാഗിന്റെ ക്ലിപ്പുകളല്ലേ? സിബാണോ ബെൽറ്റ് ആണോ? ബെൽറ്റ് ആണല്ലേ? ഇത് ബെൽറ്റ് ഫ്രെയിം എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ബെൽറ്റ് ഫ്രെയിം. ഓക്കെ, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെന്നാൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഭിത്തിയില് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനാണ് ഈ ഫ്രെയിം ഉപയോഗിക്കുന്നത്. അവിടെ സ്ക്രൂ ഒക്കെ ഉണ്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്തിനാണ് കുട്ടികളെ കാണിക്കുന്നത്? എന്ത് പർപ്പസ് ആയിരിക്കും ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? നോ ഐഡിയ മാം. സ്വയം പര്യാപ്തരാക്കാനാണോ ഓരോ കാര്യത്തിലും കുട്ടികളെ? അതെ അതെ, സ്വയം പര്യാപ്തമാക്കുക അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിലൂടെ അവർ എന്ത് കാര്യമാണ് പഠിക്കുന്നത്? ബെൽറ്റ് ഇടാൻ വേണ്ടിട്ട് പഠിക്കാം, അതുപോലെ ബാഗിന്റെ ക്ലിപ്പ് ഇടാൻ വേണ്ടിട്ട് പഠിക്കാം. ഇപ്പൊ ബെൽറ്റ് ഇടാനായിട്ട് പഠിക്കുക, ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂള് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാകും അല്ലെ? കുട്ടികൾ വീടുകളിൽ തന്നെ പല കാര്യങ്ങളും പഠിച്ചെടുക്കാനുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാല്
അവര് ഇതിലൂടെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇത് മാത്രമല്ല കേട്ടോ, ധാരാളം കാര്യങ്ങൾ വേറെ ഉണ്ട്. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബെൽറ്റ് ഫ്രെയിമുകള്, അതുപോലെ വേറെ ഒന്നാണ് ബട്ടൺ ഫ്രെയിം എന്ന് പറയും. കണ്ടോ? ഓക്കെ, കണ്ടോ ബട്ടൺ. ഇതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ബട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ എന്താ പറയാ ഒരു ഫ്രെയിം ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് എളുപ്പത്തിൽ, അതായത് നമുക്കറിയാം 3 to 6 years എന്ന് പറയുമ്പോൾ എത്രയധികം ഹൈറ്റ് വരും എന്നറിയാം അല്ലെ. അപ്പൊ ആ ഹൈറ്റിലുള്ള പിള്ളേർക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിനായിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുക. വളരെയധികം പൊക്കത്തിലൊന്നും എന്ത് ചെയ്തില്ല, ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യില്ല. അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് ക്ലാസ് റൂമിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഇത് പെട്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ നിങ്ങള്, വുഡൻ ഫ്രെയിം ആണ്. കണ്ടോ? ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില മെറ്റീരിയൽസ്, അതുപോലെ വേറെ 2 കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയ വരുമ്പോഴാണ് പഠിക്കുക, തിയറി പാർട്ടിലല്ല. തിയറി പാർട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുക, അതിനുശേഷമാണ് ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഇത് നോക്കിയാ നിങ്ങള് കണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫിംഗർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ട്. ചില കുട്ടികൾ നമുക്കറിയാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ വലിച്ച് ചിലപ്പോൾ അത് ഡാമേജ് ആക്കും അല്ലെ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യാം, എങ്ങനെ ഫൈൻ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും എന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡ്. ദിസ് വൺ നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ മിസ് ഇങ്ങനത്തതൊക്കെ? എന്താണ്? നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? ഇല്ല, നിങ്ങളെ കൊണ്ട് ഇത് ഓരോ കാര്യങ്ങളും കാണിച്ചു തന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണം. നമുക്ക് എന്താ പറയാ, നിങ്ങളോട് പറയും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അപ്പൊ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത് ലേസ് ഫ്രെയിം ആണ്. ഷൂ ലേസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഇതിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കണ്ടോ? ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കൽസിലേക്ക് വരുമ്പോ പഠിക്കുക. അപ്പൊ ചില കുട്ടികൾക്ക് തുടക്കത്തിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ആക്ടിവിറ്റീസ് ബേസ്ഡ് അല്ലേ, പ്രാക്ടിക്കൽസ് ഇല്ലേ, കുറെ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പഠിക്കേണ്ടതെന്ന് കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യമേ തന്നെ കാണിച്ചിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു തിയറിയാണ് പഠിക്കുക. അതിനുശേഷം അതൊന്ന് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കടക്കുക. അതിനിടയ്ക്ക് നമ്മൾ എഴുതാനും വായിച്ചു പഠിക്കാനുള്ളതാണോ തിയറിയിൽ ഉണ്ടാവുക? എഴുതാൻ ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല മോളെ. നമ്മള് ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ എക്സ്ട്രാ പോയിന്റും നിങ്ങൾ ലെക്ചർ നോട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. എക്സ്ട്രാ പോയിന്റും കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ ഉപകാരപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു സമയത്ത് ആ നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ കുറെ കാര്യങ്ങൾ ഇവിടുന്ന് എന്താ പറയാ ചെയ്യാനായിട്ട് പറയുന്നതായിരിക്കും. ചാർട്ട് പേപ്പറിലും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ആക്ഷൻ സോങ്, റൈംസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അത് ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യുക. നമ്മൾ വെറുതെ ഉള്ള കാര്യം, ഒരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അത് നിങ്ങൾ എഴുതി വെക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് അത് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യാനും നിങ്ങൾ കൂട്ടാക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസിനായാലും അസൈൻമെന്റിനായാലും ഒക്കെ മാർക്കുകൾ ഉണ്ട് കേട്ടോ, ഇന്റേണൽ മാർക്സ് ഉണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാണ്, നാളെ നിങ്ങൾ 1 to 10 വരെ ഉള്ള നമ്പേഴ്സ് എഴുതിയിട്ട് ആ നമ്പർ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സിന്റെ രൂപത്തിൽ ചിത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ മൃഗങ്ങളുടെ രൂപത്തിൽ ചിത്രങ്ങളായിട്ടോ വരച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ പിക്ചർ ഒട്ടിക്കാനോ പറയുകയാണെന്ന് വിചാരിക്കാം.
കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണി പഠിപ്പിക്കുന്ന രീതിയിലല്ല. 1 എന്ന് പറയുമ്പോഴും ഒരു ആപ്പിളിന്റെ പടം നമുക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാം. 2 എന്ന് പറയുമ്പോൾ 2 മാംഗോയുടെ പടം നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ 2 പിക്ചർ നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി നിങ്ങളോട് ഞാൻ പറയാണ്. നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്ന് പറയാണ്. ഓക്കെ, അത് ആക്ടിവിറ്റിയാണ്. മറിച്ച് നിങ്ങളത് ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അത് അസൈൻമെന്റ് ആണ്, നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? ഓക്കെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതുപോലെ തന്നെ ടീച്ചേഴ്സ് വരുമ്പോൾ അവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയും. അപ്പൊ അത് ആക്ടിവിറ്റി ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് അവർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അസൈൻമെന്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ റെക്കോർഡ്സ് എഴുതും കേട്ടോ. 5 റെക്കോർഡാണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 5 റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സ് നമ്മൾ ഈ ഒരു കോഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ട രീതിയും കാര്യങ്ങളൊക്കെ മിസ്സുമാര് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എന്നാ ക്ലാസ് തുടങ്ങലുണ്ടാവാ മിസ്സേ? എന്താണ് ക്ലാസ് എന്നാ തുടങ്ങുണ്ടാവുക? നെക്സ്റ്റ് വീക്ക് മൺഡേ തുടങ്ങും കേട്ടോ. മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് ഞാനൊക്കെ കുറച്ച് തിരക്കിലൊക്കെ പോവാണ് 15 ദിവസം കഴിഞ്ഞാല്. അപ്പൊ നമ്മള് മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാനോ ചെയ്തു വെക്കാനുണ്ടോ? കുറച്ചും കൂടി നമുക്ക് ക്ലാസ് സുഖമായിട്ട് പോവാ ആ സമയത്ത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് PDF ഇവിടെ നിന്ന് തരും. പിന്നെ ഒരു നോട്ട് ബുക്ക് കരുതി വെക്കാം. ഒരു നോട്ട് ബുക്കില് ക്ലാസ് കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എഴുതെടുക്കാം. മിസ്സുമാര് പറയുന്നത് എന്തൊക്കെയാണോ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. ദെൻ അതിനുശേഷം അത് മാത്രം പഠിക്കരുത്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ക്ലാസ്സിൽ പറയാ. ദെൻ അതിന്റെ കുറച്ചും കൂടി എക്സ്റ്റൻഡഡ് ആയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് എന്തെങ്കിലും അതുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒന്ന് കുറിപ്പിച്ച് വയ്ക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ കൂടുതൽ രസകരമാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മളത് അറിയുക. ആദ്യത്തെ ഒരു വീക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഒരു മെത്തേഡ്, എങ്ങനെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്ക് മൺഡേ തുടങ്ങി അറിയാനായിട്ട് സാധിക്കും കേട്ടോ. മാം ടെക്സ്റ്റ് ബുക്ക് എന്നായിരിക്കും കിട്ടുന്നത്? അത് ഇവിടുന്ന് പറയും. നിങ്ങൾക്ക് സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും ചിലപ്പോ തിങ്കളാഴ്ച. അപ്പോ സാറ് നിങ്ങളോട് പറയും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. PDF ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്നത് കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഒരു സെക്കൻഡ് കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് കേട്ടോ അവൈലബിൾ ആവുക, PDF ആയിട്ടല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നോട്ട് നമ്മൾ അന്വേഷിച്ചും ലെക്ചർ നോട്ട് എഴുതുന്നതല്ലാണ്ട് നിങ്ങളുടേതായ ടീച്ചിങ് മെത്തേഡും നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകത്തില്ലേ? നമ്മൾ ആ PDF പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ പറയും അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടാക്കി എഴുതിയെടുക്കുക. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോട്ടാക്കി എഴുതിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നോളജ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഡിഫറൻസ് എന്താണെന്ന്. കുറച്ച് ഇപ്പൊ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വന്നവരാണെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീപ്പായിട്ട് നമ്മളൊരു കാര്യം അതിനെ കുറിച്ച് പഠിച്ചെടുക്കുമ്പോൾ ഒരാള് നമ്മളോട് വന്ന് ചോദിക്കുകയാണ് എന്താണത്. ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ പോയി നിങ്ങൾ പഠിപ്പിക്കുകയാണ്, അപ്പൊ ഒരാള് ആ ഒരു നിങ്ങൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ
നമ്മുടെ തപ്പൽ ഉണ്ടാവില്ല അവിടെ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ തന്നെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മാം നമുക്കിപ്പോ ക്ലാസ്സുള്ള ദിവസം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡഡ് ക്ലാസ് കിട്ടിയിരിക്കോ? എന്താണ് നമ്മുടെ ക്ലാസ് ഇപ്പോ ഓൺലൈൻ ക്ലാസ് ആണല്ലോ ഉണ്ടാവുക. അന്നേരം പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോ കഴിവുന്നതും മിസ്സാക്കാതെ നോക്കുക. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്ലാസ് കാണാം, അല്ലെങ്കിൽ പിന്നെ അത് മിസ്സാവില്ലേ, ആ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് പിന്നെ അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഡെയിലി ഈ ടൈമിൽ തന്നെ ആവോ? എന്താണ് ഡെയിലി ഈ ടൈമിൽ തന്നെ ക്ലാസ്? ഡെയിലി 10 to 11 കേട്ടോ. 10:30 to 11:30 ആണ് ക്ലാസ് ടൈം വരിക. ഓക്കെ, ഇപ്പൊ ഡെയിലി എടുത്ത മാഡം നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി എടുത്താല് നമുക്ക് അന്നേരം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മള് വർക്ക് ചെയ്യുമല്ലേ? വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ പറ്റുമോ? എന്താണ് മനസ്സിലായില്ല കേട്ടോ പറഞ്ഞത്. ടൈമില് ക്ലാസ് 10:30 എന്നുള്ളൊരു ടൈം, ആ ടൈമിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. റെക്കോർഡ് ക്ലാസ് കാണാലോ, അത് കുഴപ്പമില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോ ഈ ഓൺലൈനിൽ ഇരിക്കുന്ന അതേ എഫക്റ്റ് കിട്ടുമോ മാം? കിട്ടും. നമുക്കറിയാലോ മറ്റുള്ളവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അവര് ഷെയർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. നമ്മൾക്ക് പറയാനായിട്ട് സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് തിങ്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ അത് കേട്ട് കഴിയുമ്പോൾ. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എന്താണെന്ന് കേട്ടോ. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നതാണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നതാണ്. അപ്പൊ അത് ചെയ്യുക കറക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും, അത് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഒരിക്കലും ഇത് ബൈഹാർട്ട് പഠിക്കുന്ന ഒരു രീതിയല്ലെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ തനിയെ കുറെ കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളിൽ വന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആകെ മാറിയല്ലോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കും. കണ്ടാ മതി, വല്ലാത്ത അങ്ങനെയൊക്കെ കണ്ടാ മതി എന്ന് പറയാ. കാരണം വല്ലാത്ത ഒരു ഏജിലാണ് ഞാനൊക്കെ ഇതിൽ കയറിയത്. കുട്ടികളെ ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതെ, ഞാനിത് ജോയിൻ ചെയ്യുമ്പോ തന്നെ നിങ്ങളല്ലേനോ വിളിച്ചിട്ട് സംസാരിക്കണത്? നമ്മള് ഫോൺ വിളിക്കുമ്പോഴൊക്കെ നിങ്ങളാണോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഞാനോ? ആണോ? അയ്യോ, ഞാനല്ല കേട്ടോ. അവരൊക്കെ നല്ല കോൺഫിഡന്റ്, നല്ലൊരു കോൺഫിഡന്റ് അവരൊക്കെ തരുന്നതുകൊണ്ടാണ് ഞാനൊക്കെ ഇതിൽ കേറിയത് കേട്ടോ. ഞാനൊക്കെ ഏജ് ഓവറാണ്. ഏതായാലും കേറി നിന്നോക്കട്ടെ. പ്രായം ഒരു എന്താ പറയാ പ്രശ്നമേ ഇല്ല. ആരും അത് പറഞ്ഞിട്ടുള്ളത് പ്രായം ഒരു നമ്പർ മാത്രമാണെന്നല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോ? അത് കേവലം ഒരു നമ്പർ മാത്രം, അതിനൊന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു ഫീൽഡിക്ക് ഇപ്പൊ ആദ്യമായിട്ട് ഇറങ്ങാണെന്ന് പറയാം. ഒരുപാട് വർഷത്തിന് ശേഷല്ലേ ഹൗസ് വൈഫായിട്ട് റിട്ടയർഡ്. അപ്പൊ നോക്കാം എവിടെ ഇപ്പൊ എന്താ കൂട്ടിയാ കൂടുന്നൊക്കെ ഉള്ളത്. പേരെന്താ? എന്റെ നസീമ. നസീമ, NASEEMA. പേര് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. നസീമ മറക്കില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ നസീമ എന്താണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും കേൾക്കാം. അതിനകത്ത് നല്ല പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും. ഇല്ല, പൊട്ടത്തരം എന്ത് പൊട്ടത്തരം വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി. എനിക്ക് അടുത്ത ഒരു 11-ാം തീയതി ജനുവരി 11 മോനും
മരുമോളും പേരക്കുട്ടിയൊക്കെ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബിസി ആവുകയാണ്, എന്താ നേരത്തെ ചെയ്യാനുള്ളത്. നേരത്തെ പിന്നെ ചെയ്യാനുള്ളത് അല്ലേ? അതാണ്. പിന്നെ ഒരു മാസം അവരുണ്ടാവും ഇവിടെ. ആ ചെറിയ കുട്ടിയാണ്, 1.5 വയസ്സാവുന്നുള്ളൂ മോക്ക്, കുട്ടിക്ക്. അതെയോ? അപ്പൊ അങ്ങനെ തിരക്കിലാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 46 വയസ്സായി. ഞാൻ ഈ പ്രായത്തിലല്ലേ ഇതിൽ ഇറങ്ങണേ. ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ്. ഓ ഓ എന്താന്ന് നോക്കാം നമുക്ക്. അങ്ങനെ പറയണ്ട, നമുക്ക് നേടിയെടുക്കാന്നേ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾ ചെയ്യാം. അത് ചെയ്താൽ ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവുമല്ലേ? നമ്മളെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവുമല്ലേ? ഷുവർ ആയിട്ടും ഇംഗ്ലീഷിലൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ഇനി തലക്കുന്ന് തൊട്ടുണ്ടാക്കിയിട്ട് വേണം. നമ്മൾ കുട്ടികളെ കണ്ടിട്ടില്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെയാണോ? ഒരു ക്ലാസ് കഴിഞ്ഞാല് ഡിഫറെന്റ് ആണ് അല്ലേ? അവരുടെ ടാലന്റ് ഡിഫറെന്റ് ആണ്, അവരുടെ IQ ലെവൽ ഡിഫറെന്റ് ആണ്, അവരുടെ ബിഹേവിയർ ഡിഫറെന്റ് ആണ്. അപ്പൊ എല്ലാ കുട്ടികളെയും നമ്മൾ ഇണക്കിയെടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഇണക്കിയെടുക്കുന്നത്? അതെ, ഒരു ക്ലാസ് റൂമിൽ ചെന്നാല് ഭയങ്കരമായിട്ട് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ഒരു കാറ്റഗറി. ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഇനി വേറൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഇനി വേറൊരു കാറ്റഗറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുട്ടികളായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ ആ കുട്ടികളെയൊക്കെ നമ്മള് ഒരു ടീച്ചർ കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ വിഭാഗങ്ങളാണല്ലോ ഞാൻ ഈ പറയുന്നത്. ആ ടീച്ചർ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക? കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ പറയേ വേണ്ട അല്ലെ? കുറച്ച് പാടാണ് ഇണക്കിയെടുക്കാനായിട്ട്. എങ്ങനെയാണ് ഇണക്കിയെടുക്കുക അവരെ? നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിലേക്ക് അവരെങ്ങനെയാ കൊണ്ടുവരിക? ഓരോരുത്തരോടും പെരുമാറേണ്ട രീതിക്ക് അനുസരിച്ച് നമ്മളെ മക്കളും അങ്ങനെ തന്നെ അല്ല ടീച്ചറെ? 4 മക്കളുണ്ടെങ്കിൽ 4 സ്വഭാവമല്ലേ? നമ്മള് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും അല്ലെ? ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലേ? അവരെ ഓരോരുത്തരെയും നമ്മൾ ശ്രദ്ധിക്കില്ലേ? അവരെ ഒബ്സർവ് ചെയ്യും, അവരുടെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കും. പതിയെ പതിയെ അവരുടെ അടുത്ത് എന്നിട്ട് അവരുടെ രീതി പഠിച്ചിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങള് നമ്മളോട് തുറന്നു പറയാനായിട്ട് അവർക്ക് തോന്നണം അല്ലെ? ചില കുട്ടികളൊന്നും തുറന്നു പറയുന്നുണ്ടാവില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ ആ കുട്ടികളെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താണ്? ഞങ്ങളുടെ മുമ്പിൽ കുട്ടികളാണ്. പല കഴിവുകളുള്ള കുട്ടികളുണ്ട്, ചില കുട്ടികൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരെയൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാവുന്നതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്ക് നോക്കാം. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വിശ്വാസമുണ്ട്. നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ ധാരാളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ തന്നെ, ആദ്യം മുതൽ അവസാനം വരെ തന്നെ കൂടെ ഉണ്ടാവും. ഓക്കെ, എന്താണ് പേരൊന്ന് പറയാവോ? എന്റെ പേര് അശ്വതി. അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? മാം ഏജ് ലിമിറ്റ് ഉണ്ടോ ജോബിന്? ജോബ് കിട്ടാൻ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ സാറ് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. തിങ്കളാഴ്ച സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടാകും മിക്കവാറും. അപ്പൊ സാറ് നിങ്ങളോട് ബാക്കി സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ മാം, എത്ര ദിവസമായിരിക്കും ക്ലാസ്? സൺഡേ ടു അല്ല തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണോ? മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല. മൺഡേ ടു ഫ്രൈഡേ 10:30 to 11:30 ആണ് 1 hour ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ശരി ശരി. ഓക്കെ. നമുക്ക് ഇതിന് ടീച്ചിങ് മാനുവൽ പ്രിപ്പറേഷൻ ഉണ്ടാവോ? എന്താണ് ടീച്ചിങ് മാനുവൽ? ടീച്ചിങ് മാനുവല് നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ? മീൻസ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടീച്ചിങ് മാനുവലായിട്ട് നമ്മൾ എഴുതേണ്ടി വരുമോ? കേൾക്കുന്നില്ല മോളെ, ക്ലിയർ ആവുന്നില്ല ചിലവര് പറയുന്നത്.
മാം ക്ലിയർ, വോയിസ് ക്ലിയർ ആണോ? വോയിസ് പതുക്കെ വരുന്നത്, എനിക്ക് ക്യാച്ച് ചെയ്യാൻ കട്ട് ചെയ്ത് മുറിഞ്ഞു പോകുന്നു. ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, നമുക്കിപ്പം ഞാൻ DLED പഠിച്ചതാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ടീച്ചിങ് മാനുവൽ ഉണ്ട്. അപ്പം മോണ്ടിസോറിക്കും അങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ പ്രിപ്പറേഷൻ ഉണ്ടോ? നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അല്ലാതെ ടീച്ചിങ് മാനുവൽ ഉണ്ടോന്നോ? ഉണ്ടോ? നമുക്കറിയാലോ, ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും, അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ മതി. ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറ് വരുമ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സാർ അത് ക്ലിയർ ചെയ്ത് തന്നുള്ളത്. അപ്പോ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലായോ? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ പെട്ടെന്ന് തന്നെ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈമായി കേട്ടോ. ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.